Hello everyone, welcome to Kids Area Online. Class 1 Integration exam ആണ് നാളെ. എല്ലാവരും പഠിച്ചായിരുന്നോ? പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് എക്സാം ക്ലാസ്സിലേക്ക് പോകാം. കഴിഞ്ഞ വർഷവും ടീച്ചർ ഒത്തിരി ക്ലാസ്സുകൾ, ഇൻറ്റഗ്രേഷൻ്റെ ക്ലാസ്സുകൾ നൽകിയിരുന്നു കേട്ടോ. അത് കാണാത്തവരുണ്ടെങ്കിൽ അത് കാണണം. അതിലുൾപ്പെടാത്ത കാര്യങ്ങൾ, അന്ന് പഠിപ്പിക്കാത്ത കുറച്ച് കാര്യങ്ങൾ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ ടീച്ചർ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ വീഡിയോസ് നിങ്ങൾ സെർച്ച് ചെയ്താൽ കിഡ്സ് ഏരിയ ഓൺലൈനിൽ കിട്ടും. അത് എല്ലാവരും നിർബന്ധമായിട്ടും കാണുക. അതിൽ ഉൾപ്പെടാത്ത കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. കിഡ്സ് ഏരിയ ഓൺലൈൻ 1ാം ക്ലാസ് മുതൽ 5ാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്ക് ഓൺലൈൻ ട്യൂഷൻ നൽകുന്നുണ്ട്. സൂമിലാണ് ക്ലാസ്സസ് നൽകുന്നത്. ട്യൂഷനിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാവുന്നതാണ്. 9746487799. അതുപോലെ ഓണം എക്സാം കഴിയുമ്പോൾ മലയാളം എഴുതുവാനും വായിക്കുവാനും ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതിനും താല്പര്യമുള്ളവർ ഈ നമ്പറിലേക്ക് മെസ്സേജ് അയക്കേണ്ടതാണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, മരത്തിൽ നീലപ്പട്ടം. അപ്പോൾ ഇവിടെ നോക്കിയേ, ആദ്യം ചെയ്യേണ്ടത് ചിത്രം മനോഹരമാക്കാം. ചിത്രം മനോഹരമാക്കാം. ഇതിൽ എന്തൊക്കെയുണ്ട്? ഒരു മരമുണ്ട്, മരത്തിൽ കുറച്ച് പക്ഷികൾ ഇരിപ്പുണ്ട്, പിന്നെ എന്താ ഉള്ളത്? ഒരു പട്ടമുണ്ട്. ഓരോ പക്ഷികൾക്കും അതിൻ്റെ നിറം നൽകുക. ഓരോ പക്ഷികൾക്കും അതിൻ്റെ നിറം നൽകുക. ഇതാരാണ്? തത്ത. തത്തയുടെ നിറം എന്താ? പച്ച. അപ്പോൾ തത്തയ്ക്ക് ഏത് നിറമാ കൊടുക്കേണ്ടേ? പച്ച. ഇതാരാണ്? ഇതാരാ? കാക്ക. കാക്കയ്ക്ക് എന്ത് നിറമാ കൊടുക്കുക? കറുപ്പ്. കാക്കയ്ക്ക് കറുപ്പ് നിറം. ഇതാരാണെന്ന് അറിയാവോ? ഇതാരാ? പൊന്മാൻ. പൊന്മാൻ എന്ത് നിറമാ കൊടുക്കേണ്ടേ? നീല. പൊന്മാൻ ഏത് നിറമാ കൊടുക്കേണ്ടേ? നീല. ഇതാരാണെന്ന് അറിയാവോ? ഇത് ഇവിടെ രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ നൽകിയിട്ടുണ്ട്. മഞ്ഞക്കിളിയെ കണ്ടെത്തി മഞ്ഞ നിറം നൽകുക. അപ്പോൾ ഇതാരാ? മഞ്ഞക്കിളി. മഞ്ഞക്കിളിക്ക് ഏത് നിറം കൊടുക്കണം? മഞ്ഞ നിറം. തത്തയ്ക്ക് പച്ച നിറം, കാക്കയ്ക്ക് കറുപ്പ് നിറം, പൊന്മാന് നീല നിറം, മഞ്ഞക്കിളിക്ക് മഞ്ഞ നിറം. ഇനി മൂങ്ങയുടെ ചിത്രം തന്നാലോ? തവിട്ട് നിറം. പരുന്താണെങ്കിൽ തവിട്ട് നിറം. അതൊക്കെ ഓർമ്മയുണ്ടല്ലോ, നിങ്ങളുടെ 1ാമത്തെ പാഠത്തിൽ പഠിക്കാനുണ്ട്. ഈ ചിത്രത്തിൽ മരത്തിൽ കുടുങ്ങിയതാരാ? ആരാ മരത്തിൽ കുടുങ്ങിക്കിടക്കുന്നേ? പട്ടം. ആരാണ്? പട്ടമാണ് കുടുങ്ങിക്കിടക്കുന്നത്. അപ്പോൾ തത്തയ്ക്ക് പച്ച നിറം, കാക്കയ്ക്ക് കറുപ്പ് നിറം, പൊന്മാന് നീല നിറം, മഞ്ഞക്കിളിക്ക് മഞ്ഞ നിറം. ഇനി പട്ടത്തിന് എന്ത് ചെയ്യാം? നിറം കൊടുക്കാൻ പറഞ്ഞാൽ പട്ടത്തിനും നിറം കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നിറം നൽകാനൊരു ചോദ്യം ഉണ്ടാവും. കറക്റ്റായിട്ട് എഴുതത്തില്ലേ? അതിൽ നിന്ന് ഒരു ഉത്തരം കണ്ടെത്താനും ഉണ്ടാവും. ഇവിടെ മരത്തിൽ കുടുങ്ങിയത് ആരാ? പട്ടം. ഓക്കെ, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ തെറ്റാണ്ട് ചെയ്യുമല്ലോ. പുറത്തു പോകാതെ നിറം നൽകണം കേട്ടോ. നിറം കൊടുക്കുമ്പോൾ പുറത്തു പോകാതെ നിറം കൊടുത്താൽ മാത്രമേ ഫുൾ മാർക്ക് നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. രണ്ടാമത്തത്, കിളിക്കൂട്. കിളി ചുള്ളിക്കമ്പ് എടുത്തു. ഇത് ടീച്ചർ നിങ്ങൾക്ക് ക്ലാസ്സിൽ വായിച്ചു തരും കേട്ടോ. ഇതുപോലെ ഉണ്ടെങ്കിൽ ടീച്ചർ ക്ലാസ്സിൽ വായിച്ചു തരും. അപ്പു മരച്ചില്ല കാട്ടിക്കൊടുത്തു. കിളി സുന്ദരമായ കൂട് വെച്ചു. അമ്മക്കിളി മുട്ടയിട്ടു. കുഞ്ഞിക്കിളികൾ വിരിഞ്ഞിറങ്ങി. അപ്പോൾ എന്തൊക്കെയാണ് ഇവിടെ ഉള്ളത്? കിളി ചുള്ളിക്കമ്പെടുത്തു, അപ്പു മരച്ചില്ല കാട്ടിക്കൊടുത്തു, കിളി സുന്ദരമായ കൂട് വെച്ചു, അമ്മക്കിളി മുട്ടയിട്ടു, കുഞ്ഞിക്കിളികൾ വിരിഞ്ഞിറങ്ങി. ഇനി അതിൽ നിന്ന് കുറച്ച് ചോദ്യങ്ങൾ ഉണ്ടാവും. ചുള്ളിക്കമ്പ് എടുത്തത് ആര്? ചുള്ളിക്കമ്പ് എടുത്തത് ആരാ? ടീച്ചർ പറഞ്ഞു, കിളി ചുള്ളിക്കമ്പെടുത്തു. ആരാ അപ്പോൾ? കിളി. അപ്പോൾ അതാ കിളി എന്നിവിടെ ഉണ്ട് കണ്ടോ? കിളി. അതെന്ത് ചെയ്യുക? ഇവിടെ എഴുതുക, കിളി. ഇതുപോലെ നിങ്ങൾക്ക് എന്താണോ തരുന്നത് ആ വരിയിൽ ഉത്തരം ഉണ്ടാവും കേട്ടോ. ഇതുപോലെ തരുന്ന വരിയിൽ തന്നെ ഉത്തരം ഉണ്ടാവും. ആ ഉത്തരം നിങ്ങൾ എന്ത് ചെയ്യണം? ആൻസർ ഇവിടെ നിന്ന് എടുത്ത് ഇങ്ങോട്ടേക്ക് എഴുതിയാൽ മാത്രം മതി. അപ്പു എന്ത് ചെയ്തു? അപ്പു എന്ത് ചെയ്തു? അപ്പു ദാ ഇവിടെയുണ്ട്, മരച്ചില്ല കാട്ടിക്കൊടുത്തു. മരച്ചില്ല കാട്ടിക്കൊടുത്തു. ത വരുന്ന 2 വാക്കുകൾ കണ്ടെത്തി എഴുതുക. ത വരുന്ന വാക്കുകൾ ഏതൊക്കെയാ? ദാ ഇവിടെ താ വരുന്നുണ്ട്, എടുത്തു. ഇവിടെ താ വരുന്നുണ്ട്, കൊടുത്തു അല്ലെങ്കിൽ കാട്ടിക്കൊടുത്തു.
എടുത്തു കൊടുത്തു. ചിലപ്പോൾ ചോദിക്കും ള വരുന്ന വാക്കേത്? ചുള്ളിക്കമ്പ്. പ വരുന്ന വാക്കേത്? അപ്പു. മ വരുന്ന വാക്കേത്? അമ്മക്കിളി. അപ്പം ഇങ്ങനെ ഏത് ചോദിച്ചാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റണം? എഴുതാൻ പറ്റണം. ഏത് അക്ഷരം? ക വരുന്ന വാക്കെഴുതുക. കുഞ്ഞിക്കിളികൾ, അമ്മക്കിളി, ചുള്ളിക്കമ്പ്. ഓക്കെ. അപ്പോൾ ഏത് അക്ഷരം തരുന്നോ ആ അക്ഷരം വരുന്ന വാക്ക് എന്ത് ചെയ്യുക? ഈ നൽകിയിരിക്കുന്നതിൽ നിന്ന് കണ്ടുപിടിച്ച് ഇവിടെ അങ്ങ് എഴുതുക. അത്രയേ ഉള്ളൂ. ഇനി അടുത്ത് ചോദിക്കാവുന്ന ചാൻസ് ഉള്ളത് പടം നോക്കി വരി കണ്ടെത്തൂ. പടം നോക്കി വരി കണ്ടെത്തൂ. ഇതാരാ? അമ്മക്കിളിയുണ്ട്. പിന്നെ ആരാ? കുഞ്ഞിക്കിളികൾ. കുഞ്ഞിക്കിളികൾ മുട്ടയായിട്ടാണോ ഇരിക്കുന്നേ? ഇല്ല, കുഞ്ഞിക്കിളി വിരിഞ്ഞു അല്ലേ? പുറത്തു വന്നു, മുട്ടയിൽ നിന്ന് പുറത്തു വന്നു. അപ്പോൾ കുഞ്ഞിക്കിളികൾ വിരിഞ്ഞിറങ്ങി. കുഞ്ഞിക്കിളികൾ വിരിഞ്ഞിറങ്ങി. അതാണ് ശരിയായ വരി. ഈ ചിത്രത്തിന് ശരിയായ വരി കുഞ്ഞിക്കിളികൾ വിരിഞ്ഞിറങ്ങി. ഓക്കെ. അപ്പം ഇങ്ങനൊരു ഒരു ചെറിയൊരു കവിത തന്നിട്ട് അതിൽ നിന്ന് ചോദ്യങ്ങൾ ചോദിച്ചാൽ കണ്ടെഴുതാനായിട്ട് അറിയാലോ. മനസ്സിലായില്ലേ? യെസ്. അടുത്ത ചോദിക്കാവുന്നതാണ് വരികൾ കൂട്ടിച്ചേർക്കൂ. കലപില കലപില പറവകൾ പാടി. പടപട പടപട. പറവകൾ എന്താ ചെയ്യുന്ന? പടപട പടപട. പറവകൾ പാറി. തനുതീന തന താന. ഇവിടെ നിങ്ങൾക്ക് പറവകൾ പാടിയെന്ന് എഴുതാം, പറവകൾ ആടിയെന്ന് എഴുതാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വാക്കുകൾ നിങ്ങൾക്ക് കൂട്ടിച്ചേർക്കണമെങ്കിൽ അങ്ങനെയും എഴുതാം. ഓക്കെ. ഇതളുകൾ കുറവ്, ഇതളുകൾ കൂടുതൽ. ഇവിടെ കുറച്ച് പൂക്കളുടെ ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. തുമ്പ, അടുത്തെന്താ? തെച്ചി, വാടാമുല്ല, കാക്കപ്പൂവ്, ജമന്തി, മുല്ലപ്പൂവ്, റോസ, ചെമ്പരത്തി, താമര, സൂര്യകാന്തി. ഇതിൽ ഇതളുകൾ കുറവുള്ള പൂക്കൾ ഏതൊക്കെ? ഇതളുകൾ കൂടുതലുള്ള പൂക്കൾ ഏതൊക്കെ? ഇവിടെ നോക്കിയേ. തുമ്പ. തുമ്പയ്ക്ക് ഒത്തിരി ഇതളുണ്ടോ? ഇല്ല, 2 ഇതള് മാത്രമേ ഉള്ളൂ അല്ലേ? അല്ലെ, 1 ഇതളേ ഉള്ളൂ. ഓക്കെ. തെച്ചിക്കോ? 4. വാടാമുല്ലയ്ക്ക് നമുക്ക് എണ്ണാൻ കഴിയോ? 1 പൂവ് എടുത്താൽ മതി. എണ്ണാൻ കഴിയോ? ഇല്ല, കൂടുതലാണ്. കാക്കപ്പൂവിന് 4 ഉണ്ടല്ലേ? ജമന്തിക്ക് എണ്ണാൻ പറ്റുമോ? ഇല്ല. അതുപോലെ നമുക്ക് എണ്ണിയെടുക്കാൻ കഴിയാത്തതാണ് ഇതളുകൾ കൂടുതൽ. അപ്പോൾ എഴുതാം. ഏതൊക്കെയാണ് ഇതളുകൾ കൂടുതൽ, ഇതളുകൾ കുറവ്? ഇതളുകൾ കുറവ് ആർക്കൊക്കെയാ? തുമ്പ, തെച്ചി, കാക്കപ്പൂവ്, മുല്ലപ്പൂവ്, ചെമ്പരത്തി. ഇവയ്ക്ക് ഇതളുകൾ കുറവാണ്. 5 അല്ലെങ്കിൽ 6 ഇതളുകൾ അതിന് താഴെയുള്ളൂ. എന്നാൽ 6 ഇതളിന് കൂടുതലുള്ളത് ആരൊക്കെയാ? ഇതളുകൾ കൂടുതലുള്ള പൂക്കൾ ആരൊക്കെയാ? വാടാമുല്ല, ജമന്തി, റോസ, താമര, സൂര്യകാന്തി. ഓക്കെ. അപ്പോൾ ഇതളുകൾ കുറവുള്ള പൂക്കളും ഇതളുകൾ കൂടുതലുള്ള പൂക്കളും. ഇതളുകൾ കുറവുള്ള പൂക്കൾ തുമ്പ, തെച്ചി, കാക്കപ്പൂവ്, മുല്ലപ്പൂവ്, ചെമ്പരത്തി. ഇതളുകൾ കൂടുതൽ ആർക്കൊക്കെയാ? വാടാമുല്ല, ജമന്തി, റോസ, താമര, സൂര്യകാന്തി. മനസ്സിലായോ? യെസ്. വരികൾ പൂർത്തിയാക്കൂ. വരികൾ പൂർത്തിയാക്കണം. പറന്നു വന്നു. കുരുവി പറന്നു വന്നു. തേൻ കുടിച്ചു. അപ്പോൾ അടുത്ത വരി എന്തായിരിക്കും വരിക? ഇവിടെ പറന്നു വന്നു. അതെവിടെ എഴുതി? താഴെ എഴുതി. കുരുവി പറന്നു വന്നു. തേൻ കുടിച്ചു. കുരുവി അത് താഴെ എഴുതുക. തേൻ കുടിച്ചു. ചിരിച്ചു നിന്നു. പൂവ് അത് താഴെ എഴുതുക. ചിരിച്ചു നിന്നു. മനസ്സിലായോ? പറന്നു വന്നു അത് താഴെ എഴുതി. കുരുവി പറന്നു വന്നു. തേൻ കുടിച്ചു അത് താഴെ എഴുതി. കുരുവി തേൻ കുടിച്ചു. ചിരിച്ചു നിന്നു. പൂവ് ചിരിച്ചു നിന്നു. പിന്നെ നിങ്ങൾ ഒരു കാര്യം പഠിച്ചിട്ടേ പോകാവൂ. ടെക്സ്റ്റ് ബുക്കിൽ ആ പാഠത്തിൽ ഓരോരുത്തർ സംസാരിച്ചതുണ്ടല്ലോ. അത് ആരാ? കുരുവി വാ വാ കുരുവി എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്നില്ലേ? ഡയലോഗ്. അതൊക്കെ അത് ആരാണ് സംസാരിച്ചത്, എന്താണ് സംസാരിച്ചതെന്ന് നോക്കിയിട്ട് പോകണം കേട്ടോ, എക്സാമിന് പോകുന്നതിന് മുൻപ്.
ഓക്കെ ഓക്കെ ചിൽഡ്രൻ. തേൻ കുടിക്കാൻ പൂക്കളിലെത്തുന്ന ജീവികൾ ആരെല്ലാമാണ്? വണ്ട്, കാക്ക, പൂമ്പാറ്റ, തേനീച്ച, എലി, തേൻകുരുവി, ആമ. ഇതിൽ തേൻ കുടിക്കാൻ പൂക്കളിലെത്തുന്ന ജീവികൾ ആരെല്ലാമാണ്? വണ്ട് തേൻ കുടിക്കോ? കുടിക്കും. വണ്ട് തേൻ കുടിക്കും. കാക്കയോ? ഇല്ല. എലിയോ? ഇല്ല. തേനീച്ച തേൻ കുടിക്കും. പൂമ്പാറ്റ തേൻ കുടിക്കും. തേൻകുരുവി തേൻ കുടിക്കും. ആമ തേൻ കുടിക്കില്ല. പൂക്കളിൽ നിന്നും തേൻ കുടിക്കില്ല. അപ്പോൾ തേൻ കുടിക്കാൻ പൂക്കളിലെത്തുന്ന ജീവികൾ ആരൊക്കെയാ? വണ്ട്, തേനീച്ച, പൂമ്പാറ്റ, തേൻകുരുവി. ഉറുമ്പ് തേൻ കുടിക്കും കേട്ടോ. ഉറുമ്പൊക്കെ നമുക്ക് എഴുതാം. തേൻ കുടിക്കാൻ എത്തുന്നതാണ് ഉറുമ്പ്, ശലഭം, അങ്ങനെ ഒത്തിരി ഇതുണ്ട്. ഓക്കെ. അപ്പോൾ ആരൊക്കെയാ? വണ്ട്, തേനീച്ച, പൂമ്പാറ്റ, തേൻകുരുവി. അപ്പോൾ തേൻ കുടിക്കാൻ പൂക്കളിലെത്തുന്ന ജീവികൾ വണ്ട്, തേനീച്ച, പൂമ്പാറ്റ, തേൻകുരുവി. മനസ്സിലായോ? പഠിച്ചോ? യെസ്. Okay children, bye bye. Thank you.